ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടുണ്ട്. ഞാനിത് റിയാക്ട് ചെയ്യാൻ പോകുന്നത് രേണുസുതിയാണ്. പുള്ളിക്കാരി ബിഗ് ബോസിലുണ്ടല്ലോ. സാധാരണ ഗെയിമേഴ്സ്, അതായത് ബിഗ് ബോസിൽ എല്ലാവരും പോണത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ എല്ലാവരും പോണത്. പക്ഷേ രേണുസുതി വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഗെയിം കളിയാണ് അവിടെ നടക്കുന്നത്. കാരണം പുള്ളിക്കാരി അവിടെ ഒന്നും ചെയ്യാറില്ല. സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ രേണുവിനെയും ഉദ്ബറിനെയും വിളിച്ചിട്ട് മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രേണുവിൻ്റെ അടുത്ത് അക്ബറിന് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അക്ബർ രേണുവിനെ കൺവിൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ എപ്പിസോഡിൽ തന്നെ ശാരിക രേണുവിനോട് പറയുന്നുണ്ട്, രേണു നീ മാപ്പ് കൊടുക്കണ്ട, ഞാനാണെങ്കിൽ പോലും എന്നെ ഇങ്ങനെ വിളിച്ചാൽ പോലും ഞാൻ അങ്ങനെ മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൺഡേ എപ്പിസോഡിൽ രണ്ടുപേരോടും, അക്ബറിനോടും രേണുവിനോടും ചോദിച്ചപ്പോൾ രേണുവിന് ആ സങ്കടം വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളോട് വേറെ ആരെങ്കിലും അക്ബറിന് മാപ്പ് കൊടുക്കണ്ട എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശാരിക എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നീ ചെയ്യുക, മാപ്പ് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ലാലേട്ടൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ശാരികയോട്. കാരണം ശാരിക പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മാപ്പ് കൊടുക്കില്ല, നീ മാപ്പ് കൊടുക്കണ്ട എന്നുള്ള രീതി തന്നെയാണ് ശാരിക സംസാരിക്കുന്നത്. രേണുവിൻ്റെ ഗെയിം എല്ലാവരും കാണാറുള്ളതാണ്. രേണു സാധാരണ ആ ഒരു പ്ലാറ്റ്ഫോമിൽ രേണുവിനെ അങ്ങനെ കാണാറേ ഇല്ല, റെയറായിട്ടാണ് കാണാറ്. അല്ല, എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴോ നാക്ക് കൊണ്ട് സംസാരിക്കാനല്ലാതെ രേണു അങ്ങോട്ട് പോവാറില്ല. എനിക്ക് മനസ്സിലായ കാര്യം ഞാനിവിടെ പറയാം. രേണു ബിഗ് ബോസിലേക്ക് പോയത് ഒരു ഡേ കിട്ടുന്ന ഒരു പേയ്മെന്റിനെ ഉദ്ദേശിച്ച് വേണ്ടി മാത്രമാണ്. കാരണം പുള്ളിക്കാരി എപ്പോഴും കാശിന്റെ കാര്യം, ദാരിദ്ര്യം പറച്ചിലാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരി അതൊരു വിക്ടിം കാർഡായിട്ട് ഇറക്കി, സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. അങ്ങനെ എന്തായാലും പുള്ളിക്കാരി 2 വീക്സ് പിടിച്ചു നിന്നു. പുള്ളിക്കാരിക്ക് വീടോ എന്നുള്ള രീതിയിലും പല രീതിയിലും വോട്ട് വരുന്നുണ്ട്. കാരണം പുള്ളി സിമ്പതി ക്രിയേറ്റ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രേണു ഒരു നല്ല പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രേണുസുതി മാത്രം ഉണ്ടായതുകൊണ്ട് ബിഗ് ബോസ് കാണാൻ ചെന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നെ